ജീവനദിയിലും എൻ മൃത്യുവതിയിലും നീ മാത്രമാണെന്നുമേ. എൻ ജീവനദിയിലും എൻ മൃത്യുവതിയിലും നീ മാത്രമാണെന്നുമേ. എൻ ഹൃദയം മുഴുവൻ നിൻ പൊൻ സ്തുതികളാ, എൻ ഹൃദയം മുഴുവൻ നിൻ പൊൻ സ്തുതികളാ, എൻ ഹൃദയം മുഴുവൻ നിൻ പൊൻ സ്തുതികളാ, എൻ ഹൃദയം മുഴുവൻ നിൻ പൊൻ സ്തുതികളാ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വചനം 145 അതിൻ്റെ 18-19 വാക്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. ആമേൻ. കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നൊരു തോന്നൽ ഉള്ളത്തിൽ വേണ്ട. ദൈവവചനം ഉറപ്പിച്ചു പറയുന്നു, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും. അടുത്ത വാക്ക് പറയാണ്, സത്യമായിട്ട് വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാണ്. പ്രാർത്ഥന കേൾക്കുന്നില്ല, എൻ്റെ പ്രാർത്ഥന കർത്താവ് കാണുന്നില്ല, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മറുപടിയില്ല എന്നൊന്നും പറയരുത്. കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയത്തിൻ്റെ അകത്ത് നിന്നാണോ കർത്താവിനെ വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? കർത്താവ് അടുത്തുണ്ട്, അവൻ സമീപസ്ഥനാണ്. എന്തിനവൻ സമീപസ്ഥനായിരിക്കുന്നേ? തൊട്ട് താഴെ പറയുന്നു, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാനാണ്, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കാനാണ്. രക്ഷിക്കാനും ആഗ്രഹങ്ങളെ സാധിപ്പിക്കാനും അവൻ സമീപത്തുണ്ട്. ഇന്ന് രാവിലെ ദൈവവചനം കേൾക്കുന്നവരോട് പറയുന്നു, രക്ഷിക്കാനും ആഗ്രഹങ്ങളെ സാധിപ്പിക്കാനും കർത്താവ് നിങ്ങളുടെ സമീപത്തുണ്ട്. കർത്താവ് സമീപത്തുള്ളത് കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും, നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്ര വലുതാണെങ്കിലും അത് യേശുക്രിസ്തു മുഖാന്തരം സാധിപ്പിക്കുന്ന ദൈവമാണ്. ഒരിക്കൽ മോശ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഈ ഭക്തന്മാരുടെ ആഗ്രഹമൊക്കെ ലോകത്തിലുള്ളതോ ഒന്നുമല്ല, വലിയ കാര്യങ്ങളാണ്. ഒരിക്കൽ ദാവീദ് പറഞ്ഞു, യഹോവയോട് ഞാൻ ഒരു കാര്യം അപേക്ഷിക്കുന്നു, അവൻ്റെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും അവൻ്റെ ആലയത്തിൽ പാർക്കുവാനും തന്നെ. അപ്പോൾ ആഗ്രഹം എന്താ? ദൈവത്തെ കാണണം. അതേപോലത്തെ ഒരു ആഗ്രഹം മോശ പറഞ്ഞു, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ദൈവം അവനോട് ചോദിച്ചു, നീ ചെങ്കടൽ പിളർക്കുന്നത് കണ്ടതല്ലേ? വടി നിലത്തിടുമ്പോൾ സർപ്പമാകുന്നത് കണ്ടതല്ലേ? മിസ്രൈമിൽ ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടതല്ലേ? മരുഭൂമിയിൽ തേയാത്ത ചെരുപ്പും വളരുന്ന വസ്ത്രവും സഞ്ചരിക്കുന്ന മേഘവും കയ്യെത്താ ദൂരത്ത് നിൽക്കുന്ന കാടകളും നിലത്ത് വീണ് കിടക്കുന്ന മഞ്ഞകളും നീ കണ്ടതല്ലേ? ഇത് മതിയില്ലേ? മോശയുടെ വാക്ക്, നോ, ഞാൻ ഹാപ്പിയല്ല, ഞാൻ തൃപ്തനല്ല. എന്നെ തൃപ്തീകരിക്കുന്ന ഒറ്റ കാര്യമാണ്, നിന്റെ ഗ്ലോറി ഒന്ന് കാണണം, നിന്റെ മുഖം ഒന്ന് കാണണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ജീവിതത്തിൽ നമുക്ക് സമ്പത്ത് ആവശ്യമാണ്, ആരോഗ്യം ആവശ്യമാണ്, സൗഖ്യം ആവശ്യമാണ്, ജോലി ആവശ്യമാണ്, ബിസിനസ് ആവശ്യമാണ്, നല്ല പൊസിഷൻ ആവശ്യമാണ്. എന്നാൽ അതുമാത്രം ദൈവത്തോട് പറഞ്ഞ് നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കരുത്. ദൈവം മോശ പറഞ്ഞ പോലെ പറയണം, എനിക്ക് അങ്ങയുടെ മഹത്വം ഒന്ന് കാണണം. ജീവിതത്തിൽ എന്തൊക്കെ ലഭിച്ചെന്ന് പറഞ്ഞാലും ഒരു ദൈവശബ്ദം, ദൈവത്തിൻ്റെ ഒരു മഹത്വം, ദൈവത്തിൻ്റെ ഒരു ദർശനം, അതൊക്കെ നമുക്ക് കാണാൻ പറ്റിയെങ്കിലേ നമ്മുടെ ജീവിതം ഒരു അർത്ഥപൂർണമായി മാറത്തുള്ളൂ. വലിയൊരു വീട്ടിൽ കിടന്നുകൊണ്ടൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നും സംതൃപ്തി നമുക്ക് കിട്ടത്തില്ല. പക്ഷേ ദൈവത്തെ, ആ ശബ്ദം ഒന്ന് കേട്ട് ദൈവത്തിൻ്റെ മുഖം ഒന്ന് കാണാൻ പറ്റിയെങ്കിൽ, ആ പത്മോസിൽ കിടക്കുമ്പോൾ യോഹന്നാനെ എന്ന് വിളിച്ച് അവനോട് ഇടപെട്ട തേജോമനായ കർത്താവിനെ ഒന്ന് കാണാൻ പറ്റിയെങ്കിൽ, ആ
അമ്മയില്ലാതെ അപ്പനില്ലാതെ ആലയത്തിൽ കിടന്നുറങ്ങുമ്പോൾ ശാമുവിലേ എന്നുള്ള വിളിയൊന്ന് കേൾക്കാൻ പറ്റിയെങ്കിൽ എൻ്റെ ദൈവമേ, എന്തൊരു ഭയങ്കരമല്ലേ. ഞാൻ ഇന്ന് രാവിലെ ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇതുപോലെ ദൈവത്തിൻ്റെ ആ ഇന്നർ സർക്കിളിലേക്ക് കയറാൻ ദൈവം ഞങ്ങളെ വിളിക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് എല്ലാം തരും. അതിൻ്റെ അപ്പുറം മറ്റാർക്കും കൊടുക്കാത്ത ചില ദൈവികമായ വിഷൻസുകൾ, ഡ്രീംസുകൾ, വോയിസുകൾ, എൻകൗണ്ടറുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുകയാണ്. നിങ്ങൾ ദൈവമായിട്ട് ഭയങ്കരമായി അടുക്കുന്ന നാളുകളാണിത്. മരിച്ചു കഴിഞ്ഞ് കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന ആ ഒന്നിച്ചുള്ള ജീവിതം സ്വപ്നം കണ്ടിരിക്കാതെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഹനോക്കിനെ പോലെ കർത്താവിൻ്റെ കൂടെ നടക്കുക. ഈ ഭൂമിയിൽ നടന്നതിൻ്റെ ബാക്കി പത്രമാണ് നിത്യതയിൽ നാം ചേർന്ന് നടക്കുന്നത്. ഇവിടെ നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ എങ്ങനെ നടക്കാൻ പറ്റും? ഇവിടെ കർത്താവിനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ എങ്ങനെ കാണാൻ പറ്റും? ഇവിടെ ദൈവശബ്ദം കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ കർത്താവിൻ്റെ കാഹളധ്വനി കേൾക്കാൻ പറ്റും? അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളുടെ നടുവിലും കർത്താവേ, എനിക്ക് നിന്നെ കാണണം, എനിക്ക് നിൻ്റെ ശബ്ദം കേൾക്കണം, ആ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്ക്. നിങ്ങളെ ഈ തലമുറയിലെ ഒരു ദാവീദാക്കും, ഈ തലമുറയിലെ ഒരു പൗലോസാക്കും, ഈ തലമുറയിലെ ഒരു പത്രമുറയിലെ ഒരു തിമത്യോസാക്കും, ഈ തലമുറയുടെ ഒരു സ്മിത്ത് വിഗ്സ്വർത്താക്കും, ഈ തലമുറയുടെ ഒരു ചാൾസ് ഫിന്നിയാക്കും, ഈ തലമുറയുടെ ഒരു ഇവാൻ റോബർട്ടാക്കും, ഈ തലമുറയുടെ ഒരു കാതറിൻ കുൾമാനാക്കും, യെസ്, ഈ തലമുറയുടെ ഒരു റൈനാഡ് ബോങ്കയാക്കും. യെസ്, കർത്താവ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നു. നിങ്ങളെ അത്ഭുതകരമായ ഒരു ദൈവിക ശുശ്രൂഷയിലേക്കും സ്വർഗീയ അനുഭവത്തിലേക്കും കർത്താവ് വിളിക്കുന്നു. ഉറപ്പിച്ചോ, നിങ്ങളുടെ നല്ല ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കും. ആ മോശയോട് ദൈവം പറഞ്ഞു, അത് ഭയങ്കര പ്രയാസമാണ്, നീ ചോദിച്ചെന്നെ കാണാനല്ലേ. പക്ഷേ എൻ്റെ ഒരു അചഞ്ചലമായൊരു തീരുമാനമുണ്ട്. എന്താ തീരുമാനം എന്നറിയാമോ? മനുഷ്യർക്ക് എന്നെ കാണാൻ പറ്റത്തില്ല, പക്ഷെ നീ പറഞ്ഞില്ലേ എന്നെ കാണണമെന്ന്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു പാറയുണ്ട്, നീ അതിൽ കയറിയിരിക്കുക, നിനക്കെന്നെ കാണാൻ പറ്റും. അതെ, ആ പാറ ആരാണെന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശുവാണ്. നിനക്ക് പിതാവാം ദൈവത്തെ കാണാൻ ഏക വഴി കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനിൽ നമ്മെ ആക്കിയിരിക്കുന്നു. യെസ്, അവനിൽ സന്തോഷിച്ച് രസിച്ച് ആനന്ദിച്ച് ജീവിക്കുമ്പോൾ നിന്റെ ആഗ്രഹങ്ങൾ സാധിക്കപ്പെടും. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അതെ, ഈ പ്രഭാത ദൂതിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവെ, ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയും. കർത്താവെ, ഞങ്ങളുടെ ചിന്തകൾ ഈ ഭൂമിയിലെ ഭൗതിക ചിന്തകളിൽ നിന്ന് മാറി ഉയരത്തിലെ ചിന്തകൾ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഉയരത്തിലെ ആഗ്രഹങ്ങളാക്കി പരിശുദ്ധാത്മാവെ അങ്ങ് തീർക്കണമേ. പരിശുദ്ധാത്മ ഞങ്ങളുടെ ചിന്താമണ്ഡലത്തെ അങ്ങൊന്ന് വിശാലമാക്കണമേ. ദൈവികമായ നന്മകളെ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മ അങ്ങ് ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധാത്മാവെ, അങ്ങേയുമായുള്ള ഒരു എൻകൗണ്ടർ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, അങ്ങയുടെ ആഗ്രഹങ്ങൾ ഞങ്ങളുടെ ആഗ്രഹങ്ങളാക്കി മാറ്റണമേ. ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ ഞങ്ങളുടെ സ്വപ്നങ്ങളാക്കി മാറ്റണമേ. അതിലേക്ക് പരിശുദ്ധാത്മാവെ അങ്ങ് നയിക്കുന്നതിന് നന്ദി പറയും. ഇന്നീ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ പരിശുദ്ധാത്മാവെ അങ്ങ് പേർ ചൊല്ലി വിളിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ, ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ എല്ലാവിധമായ നന്മകളെയും നൽകി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. അങ്ങിവർക്ക് ഏറ്റവും സമീപം എന്നുള്ളതിന് സ്തോത്രം ചെയ്യുന്നു. അവരുടെ ആഗ്രഹങ്ങളെ ഇന്ന് പകൽ സാധിപ്പിച്ചു കൊടുക്കുവാൻ പോകുന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പിതാവേ, ഇന്ന് കേട്ട ഈ വചനം പോലെ ഇവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കട്ടെ. ഇവരുടെ ചെറിയ ആഗ്രഹങ്ങൾ സാധിപ്പിക്കട്ടെ. ഇവരുടെ കുടുംബത്തിൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കട്ടെ. മക്കളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കട്ടെ. മക്കളെ എവിടെ ചേർക്കണം, എവിടെ പഠിപ്പിക്കണം, ഏത് സ്ഥലത്ത് എത്തിക്കണം, ആ ആഗ്രഹങ്ങൾ സാധിപ്പിക്കപ്പെടട്ടെ. കർത്താവെ, ഇവരുടെ ഭവനത്തെക്കുറിച്ചുള്ള ആഗ്രഹം, ഇവരുടെ കുടുംബത്തെക്കുറിച്ചുള്ള ആഗ്രഹം, ഇവരുടെ ചേർച്ചിനെ കുറിച്ചുള്ള ആഗ്രഹം സാധിക്കപ്പെടട്ടെ. അപ്പോൾ തന്നെ അവർ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സാധിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന് കർത്താവിൻ്റെ കൂടെ നടന്ന് കർത്താവിനെ പ്രസാദിപ്പിച്ച് കർത്താവിൻ്റെ വരവിൽ കർത്താവിൻ്റെ കാഹളധ്വനിയിൽ എടുക്കപ്പെടുന്ന നിലകളിലുള്ള ഒരു നല്ല ജീവിതം അവർക്ക് ലഭിക്കട്ടെ. ഈ ഭൂമിയിൽ കർത്താവ് അവരെ അത്ഭുതകരമായി സൂക്ഷിക്കട്ടെ. എല്ലാ വഴികളും തുറക്കപ്പെടട്ടെ. ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ ആരോഗ്യത്തെ യേശുവിൻ്റെ നാമത്തിൽ അവരെ കൽപ്പിക്കുന്നു. ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ ഡിവൈൻ ഹെൽത്ത്, ഡിവൈൻ പ്രോസ്പർ, ഡിവൈൻ വിസ്ഡം, ഡിവൈൻ
അനോയിന്റിങ് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ പകരുന്നു. ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ, ഇപ്പോൾ തന്നെ ആരോഗ്യം പ്രാപിക്കട്ടെ, ഇപ്പോൾ തന്നെ അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം ചെലവഴിക്കുക. കർത്താവ് കൂടെയുണ്ട്. പ്രാർത്ഥനയിൽ ആമേൻ തുടരുക. ഗോഡ് ബ്ലെസ് യു. ഷാലോം.